കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ഇടതുമുന്നണിക്കേറ്റ കനത്ത പ്രഹരത്തിൽ നിന്നും തിരിച്ചു കരകയറാൻ പെടാപ്പാടുപെടുകയാണ്. ബി.ജെ.പിക്ക് വൻപിച്ച ജനപിന്തുണ ലഭിച്ചതും ഇടതിന്റെ നേതാക്കൾക്കിടയിൽ വൻ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത്. മാത്രമല്ല, ജയിച്ചവർ ഭരണം ഏറ്റെടുക്കാതിരിക്കാൻ തോറ്റവർ 200 കോടി രൂപ എടുക്കുന്നു എന്നുള്ളൊരു വാർത്തയുമാണ് പുറത്തുവരുന്നത്. തലസ്ഥാന കോർപ്പറേഷന്റെ വരുമാനമായ 200 കോടി രൂപ സംസ്ഥാന സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റാൻ പിണറായി സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. ജയിച്ചവർ വരുമ്പോൾ അക്കൗണ്ട് കാലിയാക്കിയിട്ട് തലസ്ഥാന വികസനത്തെ തകിടം മറിക്കാനുള്ള ശ്രമമാണിതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ വരുമാനമായ 200 കോടി രൂപ ട്രഷറിയിലേക്ക് മാറ്റാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. തോറ്റുപോയ നിലവിലെ ഭരണസമിതിയും സർക്കാരും ചേർന്നുള്ള അഴിമതിയെന്ന് ബി.ജെ.പി കോർപ്പറേഷന്റെ പണം കൊണ്ടുപോകുന്നത് പുതിയ ഭരണസമിതി വരാനിരിക്കെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിനും വിരുദ്ധമെന്ന് ബി.ജെ.പി വ്യക്തമാക്കി. എന്നാൽ കോർപ്പറേഷന്റെ 200 കോടി രൂപ എടുത്തുകൊണ്ടു പോകുന്നതിനെതിരെ കോൺഗ്രസും യു.ഡി.എഫും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കോർപ്പറേഷന്റെ തനത് ഫണ്ടിലേക്ക് 200 കോടി രൂപയാണ് പിൻവലിക്കാൻ സർക്കാർ ഉത്തരവിറക്കിയത്. ഇവിടെ രണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമതായി, നിലവിലെ ഭരണസമിതിക്കും സർക്കാരിനും ഇത്തരത്തിൽ കോർപ്പറേഷന്റെ ഫണ്ട് എടുക്കാൻ അധികാരമില്ല. രണ്ടാമതായി, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് പുതിയ നഗരസഭ അധികാരത്തിൽ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിലും ഒരു ഡിവിഷനിൽ കൂടി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് സർക്കാരും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ധൃതി പിടിച്ച് പണം ട്രഷറിയിലേക്ക് മാറ്റാൻ ശ്രമം നടത്തുന്നതെന്ന് ബി.ജെ.പി പറയുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് പണം എടുത്തുകൊണ്ടുപോകുന്ന നിയമലംഘനമെന്നും ബി.ജെ.പി വ്യക്തമാക്കിയിട്ടുണ്ട്.